ദൈവമക്കൾ മനസ്സിലാക്കണം, ഉടമ്പടി നിങ്ങൾക്ക് ജീവൻ നൽകുന്നു, പിന്നെന്താ ചെയ്യണത്? സമർത്ഥമായി നൽകുന്നു. എന്താ കാരണം? വിശ്വാസം ചൊല്ലണ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റുകയാണ്. കാരണം എന്താണ്? അത് യാക്കോബ് 2:17 ആണ്. ഒന്നിന് വായിച്ചേ. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം, പറഞ്ഞേ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ വിശ്വാസത്തിന് എന്താ പറ്റും? അത് നിർജീവമായിരിക്കും. ഈശോ വന്നത് എന്തിനാണ്? നിർജീവമായിരിക്കാനാണോ? അല്ല. അതെന്താണ്? ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പൊ ജീവൻ സമൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? ആ പ്രവൃത്തിയാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്തിൻ്റെ പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. അതാണ്. ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോഴേ കർത്താവിൻ്റെ മനസ്സ് സ്വപ്നം എന്താണ്? വചനം എല്ലാവരും നിവൃത്തിയാക്കിക്കൊണ്ട് ജീവൻ സമൃദ്ധിയിലേക്ക് വന്ന് മഹിമ പ്രാപിക്കണമെന്നുള്ളതാണ് നിത്യത വരിക. അതാണ് എൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈശോ പറയുന്ന ന്യായമുണ്ട്. എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും ഒന്ന് പറഞ്ഞേ ആ വചനെടുത്തെ. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്ന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നീ വരൂ സ്നേഹമേ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. വായിച്ചോളൂ. യോഹന്നാൻ 5:17. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവർത്തിക്കാൻ തന്നെയാണ് ഈശോയും നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇപ്പൊ കൃപാറോയുടെ സാക്ഷ്യം എന്താണ്? കൃപാറോയി എല്ലാം C+ അടിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ കുറച്ച് ഹൈക്ക് കിട്ടി. അപ്പോഴവൾക്ക് മനസ്സിലായി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ കർത്താവിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുമെന്നറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മെറിറ്റ് കുറവ്. ഇപ്പം നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമോ ചില സമയത്ത് അത് അഹന്തയായിട്ട് വരെ വരാം. ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പമുണ്ടേ. ആത്മവിശ്വാസം മൂത്ത് കഴിഞ്ഞാൽ അമ്പഴങ്ങ മൂക്കണ പോലെ ഇരിക്കും. അമ്പഴങ്ങ എപ്പോഴും നല്ലത് അല്ലേ? അതിന് ഇളം പ്രായത്തിലാണ് നല്ലത്. അല്പം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചകിരിയായി പോകും. ആത്മവിശ്വാസത്തിന് ഇതുപോലെ സംഭവിക്കും. ആത്മവിശ്വാസം നല്ലതാണ്, അല്പം അത് മൂത്ത് കഴിഞ്ഞാൽ ചകിരിയായി പോകും. എന്താണ്? അഹന്തയായി പോകും. അത് നിങ്ങൾ നോക്കണത് എല്ലാവർക്കും ഉള്ള കുഴപ്പം അതാണ്. അതായത് അത് അഹന്തയായി പോകും. അഹന്തയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഏതെങ്കിലും വിഷയത്തിലുള്ള ആത്മവിശ്വാസം അഹന്തയായി രൂപാന്തരപ്പെട്ട് എന്നിലെ
ആത്മാവിന്റെ പ്രവർത്തനം പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ എന്നെ ഏറ്റെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. നീ വരൂ സ്നേഹമേ, ദൈവമേ, ശാന്തിയാ സൗഖ്യമാ, നീ വരൂ എൻ നായക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താ വിഷയം? ഉടമ്പടി മുഴുവനും വർക്ക് ചെയ്യണത് 80% കർത്താവിൻ്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് പ്രവൃത്തി കൊണ്ടാണ്. അപ്പോഴേ കൃപാറോയി ഇപ്പോൾ എന്നാ ചെയ്യാൻ പോണത്? റോയി കുറച്ച് ഹൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി ഉടമ്പടിയുടെ വഴിയെ സഞ്ചരിച്ചാൽ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവം അവളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുള്ള ആന്തരിക ബോധ്യം കിട്ടി. ഈ ആന്തരിക ബോധ്യം നിങ്ങളുടെ ഈ ഉടമ്പടി കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആന്തരിക ബോധ്യങ്ങൾ എപ്പോഴും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കളയണം, രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ എന്താണ് ഉള്ളിൽ സംഭവിക്കണത്? നെവിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. അയാളൊരു IT സയൻറ്റിസ്റ്റാണ്. അയാളൊരു പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് തോറ്റു അയാൾ. അപ്പം ലൈഫ് പോയി ജോലി പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അയാൾ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ല എന്നാണ് പറയണത്. അതിന് പകരം എനിക്ക് ഹൃദയത്തിൽ സന്തോഷം തോന്നിയെന്ന്. ദാറ്റ് മീൻസ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പം ദൈവമല്ല പ്രവർത്തനം, ജഡമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിരാശ തോന്നും പരാജയം വരുമ്പോൾ. അപ്പോൾ പരാജയം വരുമ്പോൾ നിങ്ങൾ നിരാശയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ജഡത്തിലാണ് ആയിരിക്കണമെന്ന്. ഈ ജഡ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും ഉടനെ നവീകരിച്ച് വിശുദ്ധീകരിച്ച് സുവിശേഷ ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിതാക്കുകയും ചെയ്യുന്ന കാര്യം ഈ ജഡത്തിൻ്റെ കത്തിപ്പിടുത്തം ഒന്ന് നിർവീര്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോഴെന്നാ സംഭവിച്ചത്? ആ പരീക്ഷയ്ക്ക് തോറ്റു. ഇനി രസമുണ്ട്. ഇനി രണ്ടാമത്തെ പരീക്ഷ അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമാണ്. കാരണം ശമ്പളം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം 2.5 ലക്ഷം മറ്റെയാണ്. അത് പോയി കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് നിന്ന് ഇറങ്ങേണ്ടി വരും, കുഞ്ഞുങ്ങൾ പട്ടിണിയാവും. അതായത് അതിങ്ങനെ ഒരു പ്രത്യേക ഗെയിമാണല്ലോ ഇന്നത്തെ ജീവിതമൊക്കെ മനുഷ്യന്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത പോക്കാണ്. പക്ഷേ ഈ പരീക്ഷ, രണ്ടാമത്തെ പരീക്ഷ അവസാനത്തെ ഓപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ഓരോ നിമിത്തങ്ങൾ സംഭവിക്കണ കണ്ടില്ലേ? അപ്പം നിങ്ങളുടനെ നാശം എന്ന് പറഞ്ഞ് ലോകത്തെയും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന അവിടെ തന്തക്ക് വിളിച്ച് അവിടെ ഇരുന്ന് ഈ ജഡത്തിലുള്ള ആൾക്കാരുടെ ജഡത്തിൽ അങ്ങനെ ജഡം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ്. ആ വചനം എടുത്തേ, ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാൻ 10:7 അധ്യായത്തിൽ ആത്മാവാണ് ജീവൻ നൽകുന്നത്. 6:63 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറഞ്ഞോളൂ. യോഹന്നാൻ 6:63 യോഹന്നാൻ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ഈ ജഡം ഫലശൂന്യമാണ്. അപ്പൊ എന്താ സംഭവം? നമ്മൾ നമുക്കറിയാമല്ലോ, നമ്മൾ ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിലേ ഉടമ്പടിയിലൂടെ വരുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം സിമ്പിളി ഒരു പ്രാർത്ഥന ചൊല്ലണ ഒരവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ജഡാരൂപിയിൽ നിന്ന് നമ്മൾ ദൈവാരൂപിയിലേക്ക് കൺവേർട്ടാകും. അതുകൊണ്ടാണ് ഈ നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം കണ്ടില്ലേ? അയാൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ ബാങ്കാണ്, IT സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുതിയ സോഫ്റ്റ്വെയറിനെതിരെയുള്ള പരീക്ഷയാണ്. അതിൽ നിന്ന് അല്പം മിസ്റ്റേക്ക് ഉണ്ടായാൽ അയാൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ കയറും. അയാൾക്ക് ഇത്തിരി ഏജിൻ്റെ പ്രശ്നമുണ്ട്, 40-40 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കോർപ്പറേറ്റുകൾ അങ്ങനെയല്ല ചെയ്യണത്. ഇത്തിരി 40-35 കഴിഞ്ഞാൽ പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പുതിയ ടെസ്റ്റൊക്കെ ഇട്ട് നമ്മളെ പുറത്താക്കും. ടെസ്റ്റ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പുറത്താക്കാൻ വേണ്ടിയാണ്, പുതിയ ചെറുപ്പക്കാരെടുക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ അയാളുടെ ലൈഫ് ഒരു ത്രെട്ടണിങ്ങിൻ്റെ സ്റ്റേജിലാണ്.
അതിനിടയ്ക്കാണ് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് കറണ്ട് പോണത്. കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡമാണ് നമ്മളെ നയിക്കണമെങ്കിൽ, ജഡമാണ് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ തന്തയ്ക്ക് വിളിക്കും. പരീക്ഷ ഹോളിൽ ചോദിക്കാമോ ജനറേറ്റർ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇവനൊക്കെ ഇവിടുത്തെ പരീക്ഷയ്ക്ക് എടുത്തുകാർ ഇവനൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. പക്ഷേ ഈ മനുഷ്യൻ എന്താ ചെയ്യണത്? ഇയാളെ ജഡമല്ല നയിക്കണത്. അയാൾ പറയുന്നത് കറണ്ട് പോയപ്പോൾ ഞാൻ ജോമാല ചെല്ലാൻ തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. കറണ്ട് വരുന്നവരെയുള്ള സമയമുണ്ടല്ലോ, ഒരു ജോമാല ചെല്ലാനുള്ള സമയം തന്ന കർത്താവിന് നന്ദിയെന്ന്. ഇതാണ് ജഡമെന്ന്. ജഡത്തിൽ നിന്ന് മാറി ആത്മാവിലേക്ക് വരണം. കണ്ടാ, പെയ്തിറങ്ങുക, പുച്ഛം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നിരാശപ്പെടുക, പെയ്ത് പെറുക്കുക, അതൊക്കെ ജഡാരൂപിയാണ്. ഈശോ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഈശോ ചോദിക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, എന്താണ്, എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അതാണ് വിഷയം. ആ സമരക്കാരുടെ കേസ് എടുത്താണ് ഈശോ പറഞ്ഞത്. 9:55 ടിപ്പണിയിലുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, ലുക്കാൻ്റെ സുവിശേഷം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മനുഷ്യനെ, ഈ നെവിൻ ജോസഫിനെ നയിക്കണത് എന്താണ്? ജഡാരൂപിയല്ല, പിന്നെ എന്താണ്? പരിശുദ്ധാരൂപിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വിപത്ത്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ തന്നെ ആൾക്കാർ തന്തയ്ക്ക് വിളിക്കും. അതല്ല പ്രശ്നം. ഇത് പരീക്ഷ ഓപ്ഷൻ ഇല്ലാത്ത ഒരു വിഷയം ഇടപെടുമ്പോഴാണ് കറണ്ട് പോണത്. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചെയ്യണത്? അവനുടനെ ഡിവൈൻ മെനുവിലേക്ക് ചെല്ലും, കർത്താവിൻ്റെ മേഖലയിലേക്ക്. അതാണ് ഇത് ആത്മാവിൽ നവീകരിക്കപ്പെട്ട ആളുള്ളൊരു ഗുണം. ഇതാണ് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അത് ഉടനെ ആ ഒരു സമയം 0 ഹവറാണ്. കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മ പറയും, നൗ യു പ്രേ മൈ സൺ എന്ന് പറയും. കറണ്ട് പോയതാണ് വിഷയം, പക്ഷേ നൗ യു പ്രേ മൈ സൺ, നീ എൻ്റെ ദൈവപൈതരെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു പക്ഷേ ഈ കറണ്ട് വരെ ഓഫ് ചെയ്തിരിക്കുന്ന കർത്താവായിരിക്കാം നിന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും ഇപ്പം നിനക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് നീ സ്തുതിക്കണമെന്ന് പറയും. അതാണ് ക്ലേശങ്ങൾ. സ്തുതിക്കാൻ കഴിഞ്ഞാൽ നീ നിന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് നിശ്ചയമായും പറയാം. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്ലേശകാലങ്ങളിലുള്ള ഓട്ടോമാറ്റിക് പ്രെയർ ആരും പറഞ്ഞു തരാതെ, ആരും ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥനാ സമയമാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ പറയണം എന്താണ് പ്രാർത്ഥനയാണ് തിരികെത്തിക്കുന്നത് പറയണം. അപ്പം നീ എന്താ പറയണം തിരിച്ച്? ഞാൻ ഈ പാഠം കൂടി പഠിക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ ദൈവം എന്താ ചെയ്യേണ്ടത്? നീ കാലെ പിടിച്ച് നിലത്തിട്ട് അടിക്കണം. എന്താ കാര്യം? നീ ജഡാരൂപിലാണ് വർക്ക് ചെയ്യണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഭിഷേകമാണിത്, ഒരു അഭിഷേകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജഡാരൂപിലാണെങ്കിൽ ഇനി തള്ള ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമില്ല, നാശം, എനിക്ക് പഠിക്കാനുള്ള സമയം ഒരു പേജ് കൂടി പഠിച്ചാൽ മതിയായിരുന്നു, ആ സമയം കിട്ടരുതില്ല, ഇങ്ങനെ നിരാശപ്പെട്ട് അപ്പോൾ നീ വിചാരിക്കുക യു ആർ ഗൈഡഡ് ബൈ ദ വേൾഡ്ലി സ്പിരിറ്റ്. അങ്ങനെ അവിടെ അനുതാപപ്പെടണം. നമ്മൾ എപ്പോഴും സ്മിർനായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ നീ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. നീ അനുതാപപ്പെടുക. സ്മിർനായിലെ സഭ വെളിപ്പാടിൻ്റെ പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 വെളിപാട് 3:2. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട്
നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അരൂപി ഡൈവേർട്ടായി പോയി, ലോകാരൂപിയിലാണ്, എപ്പോഴും മടുപ്പ് തോന്നുന്നുണ്ട്, കർത്താവിൻ്റെ കാര്യങ്ങളോട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഗൈഡഡ് ബൈ ദി വേൾഡ് സ്പിരിറ്റ്. ഉടനെ തിരിച്ചു വരാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 3:2 വെളിപാട്. എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് അനുതപിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകാരൂപിയാൽ നയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്റെ നാമത്തിലെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വചനത്തിനെ അനപേക്ഷണീയമായി അനുദപിക്കുന്നു. കർത്താവേ, നടപടി 11:18 പ്രാർത്ഥിക്കുന്നു. ജീവപ്രാപ്തിക്കുള്ള എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അരൂപിയിൽ നിന്ന് അരൂപിയിലേക്ക് ദൈവം കൽപ്പിച്ചിരിക്കുന്നതെല്ലാം വെളിപാട് 3:2 പ്രവർത്തികള് പൂർത്തിയാക്കാനുള്ള കൃപയാൽ അഭിഷേകം ചെയ്യണമേ. നിലനിൽക്കാനുള്ള ഒരു വകുപ്പും ഈ അനുതാപം തന്നെയാണ്. അനുതാപവും പ്രവൃത്തികളും. പ്രാർത്ഥന പോലും നിങ്ങൾ പ്രവൃത്തികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായി? നമ്മൾ ചിലരുടെ പ്രാർത്ഥനയായിരിക്കാം, പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് പറയണം. മനസ്സിലായേ? കൃപയാർജിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യണം. അത് ചൊല്ലണ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് മാക്സിമം എന്തുമാത്രം കൺവേർഷൻ സംഭവിക്കുന്നു, അത് നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യമാണ്. ചൊല്ലുന്ന ഇപ്പം തന്നെ ഈ കൃപ റോയിയുടെ സാക്ഷ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കുമ്പോൾ രസം വെച്ചാൽ അവൾക്ക് മനസ്സിലായി, ഏതായാലും ഉടമ്പടി അവൾക്ക് ഹൈക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ദൈവപ്രവർത്തനങ്ങളെ ടു ഫാൻ ഇൻ ദി ഫ്ലെയിംസ് അല്ലേ? എൻ്റെ ഇപ്പോൾ 1 തിമോത്തി 2 തിമോത്തി 1:6 വായിച്ചേ. ശ്രുതികട്ടെ 2 തിമോത്തി 1:6 എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു മിന്നലാട്ടം കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിജിലൻ്റ് ആകണം നമ്മൾ, അല്ലേ? ഒരു ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായി, നമ്മുടെ വിഷയത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ ദൈവം അതർ എൻഡിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദ പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് ഫീൽ ചെയ്യും, കർത്താവ് അതർ എൻഡിലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രസ് ദൈവത്തിൻ്റെ ഒരു സ്മെല്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർത്താവ് സാന്നിധ്യം തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ? പിന്നീട് അത് ഫാൻ ആൻഡ് ഫ്ലെയിംസ് വീശിക്കത്തിക്കണം, ഊതിക്കത്തിക്കണം. അപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കുന്നത്? അവൾ നേരെ കൃപാറോയി നേരെ ഇവിടെ വന്നിട്ട് ഒരു കെട്ടിന് പകരം 3 കെട്ട് പത്രവും മേടിച്ചിട്ട് പോയി. കൃപാസന പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? അതിനെ ചൊല്ലിയല്ലേ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ, ഞങ്ങൾ ശരിക്കും ഒരു 10,000 ഇഷ്യൂസ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആണ് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം? എന്താ സംശയം? എത്ര MD ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് സർവൻസും ഒക്കെയാണ് പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് ഇത് വിതരണം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പള്ളിമുറ്റത്ത് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവും. കേരളത്തിൻ്റെ 1000 പേരാണ് ഒരു ദിവസം ഇത് കൊടുക്കുന്നത്. അത് ഡിവൈഡ് ഓഫ് അവർ ഇൻ സ്റ്റാറ്റസ്. കാരണം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് സ്റ്റാറ്റസ് ദി പ്രൊമോഷനിലാണ്. അതിൻ്റെ മക്കൾ കൃത്യമായിട്ട് എൻ്റെ മർമ്മം അറിയണം. എപ്പോഴും ഗ്രേസ്. നമ്മൾ ഉടമ്പടി ലക്ഷ്യം വെക്കണം എന്താ? ഉടമ്പടി ലക്ഷ്യം വെക്കണത് ഗ്രേസാണ്, നോട്ട് ബ്ലെസ്സിങ്സ്. ഉറപ്പല്ലേ? നമ്മൾ അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, പിന്നെ എന്താണ്? പവർ ഓഫ് ഗോഡ്. ഗ്രേസാണ്. ഗ്രേസാണ് നമ്മൾ ലക്ഷ്യം വെക്കണത്, അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ഇന്ധനമാണ്. കറണ്ടിലെ
ഒരു ഫാൻ കറങ്ങിയാൽ പോരാ. നമുക്ക് ഫാൻ കറങ്ങിയാൽ മാത്രം മതി പോരല്ലോ. നമുക്ക് മിസ്സി വർക്ക് ചെയ്യണം, പിന്നെ എന്താണ് ലൈറ്റ് വർക്ക് ചെയ്യണം അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മൾട്ടിപ്പർപ്പസ് ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലെസ്സിങ്സിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഓപ്പറേഷനാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ്. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്ന സിംഗിൾ ഓപ്പറേഷൻ ബ്ലെസ്സിങ്സ് അല്ല, അത് മൾട്ടിപ്പർപ്പസിൻ്റെ പവർ ഓഫ് ഗോഡിലാണ്, ദൈവിക ശക്തിയിലാണ്. അപ്പോൾ ദൈവിക ശക്തി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. അതിലാണ് അതിൻ്റെ ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൊല്ലൽ മാറ്റിയിട്ട് ഉടമ്പടി എല്ലാ വിഷയങ്ങളും വാഗ്ദാനം പ്രാപിക്കാം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത്. ചെയ്യുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കണത്? ചെയ്യുമ്പോൾ എന്ത് പറ്റും? പിതാവ് മഹത്വപ്പെടും. അപ്പോൾ പിതാവ് മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ യോഹന്നാൻ 12:26 ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കണ്ടില്ലേ? വേറെ ആരും അനുഗമിക്കണ്ടെന്ന് ഉറപ്പായില്ലേ അല്ലേ? 1000 എത്രയും നീളമാതാ ചെല്ലുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രസക്തിയില്ല. ചുമ്മാ ചൊല്ലിക്കൊണ്ട് ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും, അനുഗമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. ശുശ്രൂഷിക്കുക എന്നുള്ള വേറെ വിഷയമാണ്. കർത്താവ് കട്ടൻ്റെ പറഞ്ഞ കാര്യമാണ്. പ്രവൃത്തിയിലേക്കാണ് വന്നത്. പ്രാർത്ഥനയുടെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം. കർത്താവിൻ്റെ സുവിശേഷത്തിന് കർത്താവ് പറയുമ്പോൾ സമയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എനിക്ക് സാക്ഷികളായിരിക്കും, ക്രിസ്തുവിന് സാക്ഷിയായിരിക്കും. ഇപ്പം കൃപാറോയി എന്താ പറയണത്? ഞാൻ ഈ പത്രം കൊണ്ട് നടന്ന് ഓരോ വീട്ടിലും കൊടുക്കും, അപ്പോഴൊക്കെ അവരെന്നെ പരിഹസിക്കും, കളിയാക്കും. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നും. മനസ്സിലായില്ലേ? ജഡാരൂപിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ അയ്യോ മനുഷ്യന്മാരെന്നാ വിചാരിക്കും. ഈ പേടി പെണ്ണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല, തലക്ക് പോസിലാണ്. എന്നാൽ അപ്പോൾ ഉളമ്പരെ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറയും. ദാറ്റ്സ് ഓക്കെ, അതാണ് അവർ പറയത്തുള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് നാട്ടുകാരെ പറയണത്. ഈ പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ പറയണത് അതാണ്. നിനക്ക് ഉളമ്പരെ പോയി വല്ല അഡ്മിഷൻ മേടിക്കാൻ പലതും ചോദിക്കും, അതാണ് സംഭവം. പക്ഷേ അതിന് ഇവൾ പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. എന്താണ് റെസ്പോണ്ട്? അത് കേട്ടപ്പോൾ എനിക്ക് ആ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പരിഹാസം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന്. അങ്ങനെ സന്തോഷം തോന്നുന്നത് എങ്ങനെയാണത്? അപ്പോൾ അപ്പോസ്തലിക് ബ്ലെസ്സിങ്സ് ഓൾറെഡി അവൾക്ക് കിട്ടിയ